ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ഹെയർ ടിപ്സ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ ഇപ്പോൾ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഡാർക്ക് സ്കിന്ന് അടിപൊളിയാണ്, ഡാർക്ക് സ്കിൻ പൊളിയാണ്, എന്താ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്രയൊക്കെ നമ്മൾ ബലിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ സമൂഹം അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു വൈറ്റ് സ്കിന്ന് വേണം എന്നുള്ളൊരവസ്ഥയാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ പറയാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. എന്നെ തളർത്തിക്കൊണ്ടും അയക്കാറുണ്ട്, പക്ഷെ അത് ഞാൻ കാര്യമാക്കാറില്ല. പിന്നെ എനിക്ക് കുറേ റീൽസൊക്കെ അയച്ചു തന്നിട്ട് പറഞ്ഞു, ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ, ഈ ഒരു ഫേസ് പാക്ക് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്കാണ്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവോ, എന്നിട്ട് ഞങ്ങളോടൊന്ന് പറയാവോ, റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയാവോ. എന്താ പറയുക, അങ്ങനെ കുറേ പേര് എനിക്ക് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്ക് അയച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്താ പറയുക ഫേസ് ബ്രൈറ്റൻ ആവണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാക്ക് പറഞ്ഞു തരുമോ, അതിന് വേണ്ടിയിട്ട് ഒരു ടിപ്സ് പറഞ്ഞു തരുമോ. എനിക്കറിയത്തില്ല, ഇത്രയധികം ആൾക്കാർ വെളുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ പോലെ തോന്നി. പക്ഷേ എന്താ പറയുക, അങ്ങനെ ഇപ്പോഴും വെളുത്തിട്ട് പാറണം എന്ന ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആക്ച്വലി സ്കിന്നിൻ്റെ കളർ വെച്ചിട്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ മാക്സിമം അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അത്ര എനിക്ക് പറയാനായിട്ടുള്ളൂ. സ്കിന്നിൻ്റെ കളർ വെച്ചിട്ടൊന്നും അല്ല നമ്മളെ ഡിഫൈൻ ചെയ്യേണ്ടത്. നമുക്ക് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, നമ്മൾ ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മുടെ സ്വഭാവം, അല്ലെങ്കിൽ ആൾക്കാരോട് മാക്സിമം നല്ല രീതിക്ക് പെരുമാറാനായിട്ട് ശ്രമിക്കുക. ഒരു സമൂഹത്തിനൊരു വാല്യൂ ഉണ്ടാകുന്ന ഒരു ചിന്താഗതിയിലേക്ക് മാറുക, അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മുടെ സ്കിൻ കളർ കൊണ്ട് നമുക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡിഫറൻസ് ഒന്നും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും ആരാണെങ്കിലും ഡസൻ കെയർ അബൌട്ട് ദാറ്റ്. അതായത് നമ്മളെ സ്നേഹിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ട് ഒരുപാട് പേര് പറഞ്ഞു അടിപൊളിയാണ്, ഒറ്റ യൂസിൽ തന്നെ നമ്മൾ സൂപ്പറാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെളുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയണമല്ലോ. അപ്പം അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഇപ്പോഴും എന്താ പറയുക, വെളുക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പം അവർക്ക് യൂസ്ഫുൾ ആവുന്നെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് ഒട്ടും വൈകണ്ട, നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്കിതിന് 2 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചിയാ സീഡാണ്. അപ്പോൾ ഈ ചിയാ സീഡ് നമ്മൾ 3 സ്പൂണാണ് എടുക്കുന്നത്. അപ്പോൾ 3 സ്പൂൺ ചിയാ സീഡിൻ്റെ അകത്തോട്ട് നമ്മൾ 6 സ്പൂൺ പാൽ, അതായത് അതിൻ്റെ ഇരട്ടി പാലാണ് എടുക്കുന്നത്. എന്നിട്ട് ഒരു 15 മിനിറ്റ് നമ്മളിങ്ങനെ വെക്കണം. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വരും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് കട്ടിയാകും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചിട്ടും പിന്നെയും കട്ടിയാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുറച്ചുകൂടെ പാൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഡെർമാക്കോടെയാണ്. ഡെർമാക്കോ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു 1% സാലിസിലിക് ആസിഡ് ജെൽ ഡെയിലി ഫേസ് വാഷ് ആണ്. അപ്പോൾ ഇതിന്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് കേട്ടോ, കളറൊന്നുമില്ല. പിന്നെ ഇതിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ഓയിൽമെന്റിന്റെ ടൈപ്പ് ഒരു സ്മെല്ലാണ്. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഫേസ് വാഷ്. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1 വീക്ക് ആകുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു ഫേസ് വാഷ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഫേസ് വാഷ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോ പ്ലസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ 1% സാലിസിലിക് ആസിഡ് ജെൽ ഡെയിലി ഫേസ് വാഷാണ്. ഇത് ആക്റ്റീവ് ആക്നിക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ഒരു സ്മൂത്ത് ആയ പോലെയൊക്കെ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളി ഫേസ് വാഷാണ്, നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്കിനി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. ഞാനിവിടെ ബാംഗ്ലൂർ ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അരയ്ക്കാനായിട്ടുള്ളൊരു ഫെസിലിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, എൻ്റെ കയ്യിലുള്ള മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കാനും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടു ഇത് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് അരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെടുന്ന പോലെ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 26-27 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 30 മിനിറ്റാണ് നമ്മൾ ഏകദേശം വെക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു 27-28 അത്ര മിനിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയാകും. മീൻസ് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. നമ്മൾ ഇത് ഫേസ് ഫുള്ളായിട്ട് ശരിക്കും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത് നന്നായിട്ട് അരയാത്തത് കൊണ്ടാണ് കണ്ടോ ഇതുപോലെ ഇരിക്കുന്നത്. നന്നായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇടുകയും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു കോട്ടൺ പാഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡാബറിൻ്റെ ഈ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളം ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ കളയാം. എന്നിട്ട്
കുറച്ച് പാടാണ് ഇത് പോകാനായിട്ട്. ഇത് നമ്മുടെ എന്താ പറയുക, നമ്മൾ നന്നായിട്ട് എടുത്തിട്ടാണ് ഇതുപോലെ ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇനി ഞാനിത് ഫുള്ള് ഇത് ചെയ്തിട്ട് കഴുകി കളഞ്ഞിട്ടൊക്കെ വരാം. അപ്പോൾ ഗായ്സ് ദേ ഞാൻ എല്ലാം മുഖമെല്ലാം ക്ലീൻ ആക്കി, എന്താ പറയുക, ഞാൻ ഇതൊന്ന് കുളിക്കുകയും കൂടി ചെയ്തു. അപ്പം കുളിച്ചിട്ട് വന്നിരിക്കുന്നത് കാരണമാണ് ഞാൻ മുടിയൊക്കെ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത്, ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ഒരു ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്തിട്ട് ഒരു ഡിഫറൻസും ഇല്ല എന്നെനിക്ക് തോന്നിയിട്ടില്ല. എന്തൊക്കെയോ ഒരു ചെറിയൊരു മുഖത്തിനൊരു തെളിച്ചം വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡ്, ഒരു നോട്ടിഫിക്കേഷൻ. അപ്പോൾ എന്തൊക്കെയോ ഒരു ചെറിയ മാറ്റം വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് എൻ്റെ കയ്യിലാണ്. കണ്ടോ, ഇവിടം വരെയാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇങ്ങോട്ട് ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു ബ്രൈറ്റ്നെസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ടാൻ വന്നത് മാതിരി ഒരു ഫീൽ കണ്ടോ. അപ്ലൈ ചെയ്യാത്ത എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ലൊരു ഡിഫറൻസ് വന്നേനെ. ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയുക, നമ്മൾ നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്കിത് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നന്നായിട്ട് അപ്ലൈ ചെയ്താലേ നമുക്കത് കറക്റ്റായിട്ടുള്ളൊരു എല്ലായിടത്തും ആ ഒരു ഡിഫറൻസ് കിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇവിടം വരെയാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഇതിന് ഇങ്ങോട്ട് ഒരു ഷെയ്ഡ് വ്യത്യാസം വേറെയും, ഇങ്ങോട്ട് വേറൊരു കളറും. കണ്ടോ, ഇവിടെ കണ്ടോ, കറക്റ്റായിട്ടത് മനസ്സിലാവും. കണ്ടോ. അപ്പോൾ എന്തായാലും എനിക്കത് കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു നല്ലൊരു ബ്രൈറ്റ് സ്കിന്ന് വേണം, ഒരു വൈറ്റ് സ്കിന്ന് വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ട്രസ്റ്റ് മീ, വർക്കിംഗ് ആണ് കേട്ടോ, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉറപ്പാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ എന്തൊക്കെയായാലും നമ്മൾ എപ്പോഴും ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത് മസ്റ്റാണ്. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡോട്ട് ആൻഡ് കീയുടെ കാണാൻ പറ്റത്തില്ലല്ലോ, ഒന്ന് കാണാൻ പറ്റത്തേ, എന്തായാലും ഇത് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ഇപ്പം റീസെൻ്റ് ആയിട്ട് ഞാൻ മേടിച്ചതാണെങ്കിലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്രോഡക്റ്റുകളിലൊന്നാണ് ഇപ്പോൾ ഇത്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇത് ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എന്താ പറയുക, ഭയങ്കര സ്മൂത്തായ പോലെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മോയ്സ്ചറൈസറും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുക. അത് ഏതൊരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മളൊരു മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. പിന്നെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീനും അപ്ലൈ ചെയ്യേണ്ടത് മസ്റ്റാണ്. ഇപ്പോൾ ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ലാത്തത് കാരണം ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രം ഇട്ടിട്ട് ഇത് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ അടച്ചു വെക്കാം. കണ്ടോ, പിന്നെ ഇതിൻ്റെ പാക്കിംഗ് കണ്ടോ, സൂപ്പർ പാക്കിംഗ് ആണ്. പാക്കിങ്ങും സൂപ്പറാണ്, ഹാൻഡിയാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ബാഗിൻ്റെ അകത്തൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ടുപോകാം. എല്ലാം കൊണ്ടും ഒരു സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇത് നമുക്കിനി മോയ്സ്ചറൈസർ നമുക്ക് അപ്ലൈ ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും റിസൾട്ട് ഉണ്ടാകും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ഗ്ലോ ഒക്കെ കിട്ടിയ പോലത്തെ ഒരു ഫീലുണ്ട്. പിന്നെ താടിയിലൊക്കെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ആ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും താടിയിലൊക്കെ ആവാതെ നോക്കുക. എൻ്റെ താടിയിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് റിമൂവ് ചെയ്യാനും കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ നല്ല സമയം എടുത്തിട്ട് വേണം ഇത് റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ രാത്രി സമയങ്ങളിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. രാത്രിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല സമയമെടുത്ത് നമുക്കിത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്കിൻ കളറിലൊന്നും അല്ല കാര്യം. നമ്മളെ സ്നേഹിക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ ഡ്രീമുമായിട്ട് മുന്നോട്ട് പോവുക, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതിരിക്കുക. അത്രയൊക്കെ ഉള്ളൂ എനിക്കിപ്പോൾ പറയാനായിട്ടുള്ളൂ. പിന്നെ സ്കിൻ കളറ് ഞാനത് കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. കൂടുതൽ ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഒരു വൈറ്റ് സ്കിന്ന് കിട്ടണമെന്നാണ്. അപ്പോൾ ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും അത് നമുക്ക് സ്വയം തോന്നണം ആ ഒരു സംഭവം. അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ പിന്നെ ഇതിൻ്റെ ഷോർട്സ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഷോർട്സ് കാണാൻ താല്പര്യമുള്ളവർ, ഇപ്പോൾ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോങ് വീഡിയോസ് ഒന്നും ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ അവർ കൂടുതലായിട്ട് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സ് വീഡിയോസ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്സ് വീഡിയോസ് ഞാൻ ഈ സെയിം വീഡിയോയുടെ തന്നെ അതായത് പ്രിപ്പറേഷനും അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോർട്സ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ഷോർട്സ് വീഡിയോസ് കണ്ടാലും മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായം, സ്കിന്നിന്റെ കളറിനെ പറ്റി സൊസൈറ്റിയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് പറയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട്
പറയുക. ഒരുപാട് പേർക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും. അപ്പം എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ എന്തായാലും വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റ് കുറേ വീഡിയോസും ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറേ പ്രോഡക്റ്റുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പ്രോഡക്റ്റാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. 2 പ്രോഡക്റ്റാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. ഒന്ന് ഡെർമാക്കോയുടെ ഫേസ് വാഷ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മോയ്സ്ചറൈസർ, പിന്നെ ഇനിയിപ്പോൾ സൺസ്ക്രീനിൻ്റെ വരാൻ ഉണ്ട്. അങ്ങനെ കുറേ പ്രോഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വേറെന്താ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.